ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് പല പ്രത്യേകതകളുമുണ്ട്. അതിൽ പ്രധാനം രാഷ്ട്രീയ ഗോതിയിലേക്കുള്ള പ്രിയങ്കയുടെ കന്നി പോരാട്ടം തന്നെയാണ്. പ്രിയങ്കയുടെ രാഷ്ട്രീയ ചുവടുവെപ്പ് കേരളത്തിന്റെ വയനാട്ടിൽ നിന്നാണ് എന്നത് വലിയ ചർച്ചകൾക്കും ഇടയായി. എന്നാൽ വയനാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ പ്രിയങ്ക ഗാന്ധിയും അവസാനഘട്ട പ്രചാരണത്തിന്റെ തിരക്കിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നു എന്നതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് പ്രിയങ്ക ഗാന്ധി തന്റെ ജനങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി മലയാളം പഠിക്കുകയും തനിക്കെതിരെ നിരന്തരം ഉയർന്നുവരുന്ന വ്യാജ പ്രചരണങ്ങൾക്കും വിമർശനങ്ങൾക്കും അവർ മലയാളത്തിൽ തന്നെ മറുപടികളും നൽകി കഴിഞ്ഞിരിക്കുന്നു. പാർലമെന്റ് അംഗമായാൽ എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണമെന്ന് കാണിച്ചു തരാമെന്നും പ്രിയങ്ക ഗാന്ധി ജനങ്ങളോട് പറയുകയും ചെയ്തു. പ്രിയങ്കയുടെ ജയമല്ല, പ്രിയങ്കയുടെ ഭൂരിപക്ഷത്തിലാണ് UDF ക്യാമ്പിന്റെ ശ്രദ്ധ. രാഹുൽ ഗാന്ധി നേടിയ 4 ലക്ഷം പ്രിയങ്ക എത്തുമ്പോൾ 5 ലക്ഷത്തിന് മുകളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് UDFന്റെ ലക്ഷ്യം. എന്നാൽ രാഷ്ട്രീയ സാഹചര്യവും കണക്കുകൂട്ടലുകളും വെച്ച് നോക്കുമ്പോൾ ഈ 5 ലക്ഷം എന്നത് 6 ലക്ഷം വരെ പോകുമെന്ന ഉറപ്പ് അവിടെയുള്ള ജനങ്ങൾക്കുണ്ട്.